പ്രൈസ് ദൈവത്തിന് അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട് മാറട്ടെ. ഈ കഴിഞ്ഞ 11 മാസം വരെയും ദൈവം നിങ്ങളെ ഓരോരുത്തരും സൂക്ഷിച്ചു, പരിപാലിച്ചു. 2025 12-ാം മാസത്തിലോട്ട് നമ്മൾ കയറി. അപ്പോൾ ദൈവവചനം നിങ്ങളെന്ന് ഉറപ്പിക്കുന്നത് ഇങ്ങനെയാ. യെശയ്യാപ്രവചനം 40-ാം അധ്യായം അതിന് 31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ച് കഴുകന്മാരെ പോലെ പറന്നു കയറും. ഒത്തിരി പേര് നിന്നെ തളർത്താനുണ്ടാകും, ഒത്തിരി പേര് നിന്നെ നിരാശപ്പെടുത്താനുണ്ടാകും. പക്ഷെ ഉടഞ്ഞു പോയ പാത്രത്തെ കുശവൻ അത് പുതിയ പാത്രമാക്കി പണിത് പുറത്തു കൊണ്ടുവന്നതുപോലെ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നോട് പറയാം, കാത്തിരുന്നാൽ, ദൈവസന്നിധിയിൽ നീ ഒരു നിമിഷം മുഴങ്കാലിരുന്നാൽ, വചനപ്രകാരം പറയുന്നു, കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. നിനക്ക് ഉയർച്ചയുണ്ടോ? നിനക്കൊരു ഉന്നതമായ നിലവാരം ഉണ്ടോ? നീ ദൈവത്തെ വിശ്വസിക്കാമോ? നിന്റെ ഹൃദയം ഒന്ന് ദൈവസന്നിധിയിൽ പകരാമോ? കർത്താവേ, എനിക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, നടക്കാൻ കഴിയത്തില്ല, പക്ഷേ അങ്ങ് എന്നോട് കൂടെ വരണം. കർത്താവിൻ്റെ കരം എന്നോട് കൂടെ ഇരിക്കണം. എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും എന്നും മുതൽ എന്നെ എന്നും പരിപാലിക്കണം. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നീ പൂർണ്ണ മനസ്സോടെ വിട്ടു കൊടുക്കുമെങ്കിൽ 2026 നീ പ്രവേശിക്കുമ്പോൾ ഒരു ഉയർച്ച നിന്റെ കുടുംബത്തിനകത്തുണ്ടാകും. നിന്ദിച്ചവരെയും കളിയാക്കിയവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കും. നിന്നെ ശ്രേഷ്ഠമേറിയ വഴികൾ നിനക്ക് വേണ്ടി കർത്താവ് തുറക്കപ്പെടും. ഈ വചനങ്ങളാൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.